പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്നതിന് ഒരു നന്ദി പറയും. എല്ലാ ദിവസവും അനുഗ്രഹിക്കേണ്ട ദിവസവും നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിൻ്റെ വചനം പ്രവേശിക്കാൻ പോയായിരുന്നു സ്റ്റേറ്റിൽ. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡെയിലി മെസ്സേജ് എടുക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചപ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അനേകം ആൾക്കാർ ഇനിയും കർത്താവിനെ അറിയട്ടെ. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എല്ലാവരും അറിയാനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ദൈവവചനം അനേകം ആൾക്കാരിലേക്ക് എത്തുവാനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചില്ലെങ്കിൽ ആര് കർത്താവിനെ പ്രഘോഷിക്കും? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനെ പ്രഘോഷിച്ചില്ല എങ്കിൽ ഞാൻ അല്പം ഷെയർ ചെയ്യാം. നമ്മൾ കർത്താവിനെ പ്രഘോഷിച്ചില്ല എങ്കിൽ ആര് കർത്താവിനെ പ്രഘോഷിക്കും? ആര് കർത്താവിന് വേണ്ടി നിൽക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മളെല്ലാവരും കർത്താവിനെ പ്രഘോഷിക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ജീവിതം നമുക്ക് തന്നിട്ടുള്ളൂ. വി ഹാവ് ടു റിജോയ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഇത് മലയാളം മെസ്സേജ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഹോളി സ്പിരിറ്റ് അനോയിന്റിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു 10-30 മിനിറ്റ് സമയം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഓൾറെഡി നമ്മൾ പാർട്ട് 1 ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ദിവസവും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു 10-11 സെഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും വായിച്ച് എൻ്റെ ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ വായിച്ച് ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറയാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവിനെ നിറയുമ്പോൾ പരിശുദ്ധാത്മ ശക്തിയുടെ അഭിഷേകം നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 2013 രക്ഷിക്കപ്പെട്ടെ. 2013 രക്ഷിക്കപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2017 കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് വരുന്നത്. അത് അന്ന് തൊട്ട് 2017 തൊട്ട് കർത്താവിനെ പ്രഘോഷിക്കാൻ എനിക്കൊരു ഹരവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും കർത്താവിനെ പ്രഘോഷിച്ചു. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരാളും കാണത്തില്ല പ്രഘോഷിക്കാനായിട്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഞാൻ കർത്താവിനെ പ്രഘോഷിക്കുമ്പം ഒരു വ്യക്തിയും ഒരാളും അവിടെ പ്രഘോഷിക്കാനായിട്ടില്ലായിരുന്നു. പക്ഷേ മാസങ്ങളും ആഴ്ചകളും കടന്നപ്പോൾ ഇന്ന് ആ പ്രദേശങ്ങളൊക്കെ അനേകം സുവിശേഷ വേലക്കാരെ കൊണ്ട് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് നമ്മൾ വിചാരിക്കും നമുക്ക് പ്രത്യേക കോളിങ് വിളി കിട്ടിയാൽ അല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിനെ പ്രഘോഷിക്കും. നമുക്ക് പരിശുദ്ധാത്മാ വിഷയത്തിലേക്ക് വരാം, ക്ലാസ്സിലേക്ക് വരാം. ഒരു പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവേയും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവേയും പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ 30 മിനിറ്റ് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവെ അനേകം ആൾക്കാർ കർത്താവെ ഈ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയാനുള്ള കൃപ കൊടുക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയുന്നു. സ്പിരിച്വൽ അനോയിൻറ്റിങ് കൊടുക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് ഈ സെയിം സെഷൻ ഇംഗ്ലീഷിൽ ഇന്നലെ എടുത്തിരുന്നു. കർത്താവ് ഈ സെഷൻ തന്നെ മലയാളത്തിൽ എടുക്കാനുള്ള കൃപ വന്നതിനോട് നന്ദി പറയുന്നു. കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഈ വേൾഡിൽ നടക്കുന്ന പ്രോസിക്യൂഷൻ മൊത്തം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ എന്നെ തടസ്സം നിൽക്കുന്ന വ്യക്തികളെയും അവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ സമർപ്പിക്കുന്നു. പല രാജ്യങ്ങളിലും അതേപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രികളിലും I pray for the African countries and all the people, all the nations, wherever the people are facing, the children of God are facing the persecutions and lots of things which is coming against their life.
ഫാദർ ഗോഡ് റെബ്യൂക്ക് ദ സ്പിരിറ്റ് റൈറ്റ് നൗ. യേശുവിൻ്റെ നാമത്തിൽ ആ സാത്താനെ ശക്തികളെ മൊത്തം ഞാൻ റെബ്യൂക്ക് ചെയ്ത് തകർത്തി ഞാൻ തുറക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ വചനം അനേക സ്ഥലങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഡിക്ലെയർ ദിസ് വേർഡ് ഓഫ് ഗോഡ്, ലെറ്റ് ദിസ് വേർഡ് ഓഫ് ഗോഡ് റീച്ച് from city to city, from nation to nation, and in all the cities and nations, Father. In Jesus' name I pray. Amen. Thomas Matthew, Claire, Betsy, and C. Charles, okay, Biju George, Biju Philip, and Thomas Matthew, Dhania, Kim Cletus, and Kujamaltani. God bless you, okay, everybody, okay. എല്ലാവരും ദൈവം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗ് കൂടി പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പാർട്ട് 1 എടുത്തു കഴിഞ്ഞു. പാർട്ട് 1 നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ പറയേണ്ട ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകം എന്ന് വെക്കുന്നത് ദൈവം വിശ്വസിക്കുന്നവർക്ക് ഒരു ആത്മീയ ശക്തീകരണത്തിന്, അത് മലയാളത്തിൽ പറയുന്നത് അത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിവർത്തിക്കാനായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കർത്താവ് ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിവർത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പ്രത്യേക കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് നമുക്ക് തരുന്ന പ്രത്യേക അഭിഷേകമാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് എല്ലാവർക്കും അഭിഷേകമുണ്ട്. പക്ഷേ പ്രത്യേക സ്പെസിഫിക് കാര്യങ്ങൾ നമ്മൾ നിവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കുന്ന നമുക്ക് പ്രത്യേക അഭിഷേകമാണ്. പൗലോസിന് അഭിഷേകം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനു വേണ്ടി തരുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ദാനമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്. അപ്പം ഗ്ലോറി ബി ഗോഡ്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇന്ന് നമുക്ക് 1-ാം അധ്യായമായിട്ട് നമ്മൾ അഭിഷേകമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൽ പറഞ്ഞിരുന്നു നമുക്ക്. എങ്കിലും യോഹന്നാൻ സുവിശേഷം 14 അധ്യായം ഗോസ്പൽ ജോൺ ചാപ്റ്റർ 14 verses 26 ഒന്നുകൂടെ വായിക്കാണ്ട് ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാൻ ആഗ്രഹിക്കും. ഇത് പറഞ്ഞ്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തെ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചിരിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമുക്കറിയാം ഈ ലോകം മൊത്തം സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നാനം കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചത്. ആത്മാവിൻ്റെ ശക്തിയാലാണ് യേശുക്രിസ്തു, നമുക്കറിയാം, പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ, ടെംപ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അന്ധകാര ശക്തിയെ പരാജയപ്പെടുത്തിയത്. ആത്മാവിൻ്റെ ശക്തിയാലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ മൊത്തം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, 120 people ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. തുടക്കത്തിൽ തന്നെ 3000-ഓളം പേര് കർത്താവിനെ അറിഞ്ഞു, രക്ഷയിലേക്ക് വന്നു, നിത്യരക്ഷയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർമാനമായിട്ട് നമുക്കറിയാം ഒരു ബൈബിൾ പ്രസംഗത്തിൻ്റെ വലിയൊരു കൊയ്ത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം, 2-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2, 3, 4. അത് കഴിഞ്ഞ് പ്രോസിക്യൂഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് സ്റ്റെഫാനോസിനെ കൊല്ലപ്പെടുന്നു. പ്രൈസ് ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്റ്റെഫാനോസ് അടക്കം കുറച്ച് പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കുന്നു. മേശമേൽ ശുശ്രൂഷ ചെയ്ത ആൾക്കാർ തുടർമാനമായിട്ട് പ്രൈസ് ലോർഡ് തുടർമാനമൊക്കെ സ്റ്റെഫാനോസ് കൊല്ലപ്പെടുന്നു. സഭ ചിത്രിക്കപ്പെടുന്നു. പ്രൈസ് ലോർഡ്. ചിത്രിക്കപ്പെട്ട ആൾക്കാരെല്ലാ സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ പ്രഘോഷിക്കുന്നു. പ്രൈസ് ലോർഡ്. എല്ലാം ആത്മാവിൻ്റെ ശക്തിയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് വീണ്ടും പ്രഘോഷിക്കപ്പെടുന്നു. എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞ് ഞാൻ വായിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള വിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ്. പ്രൈസ് ലോർഡ്. വ്യക്തമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇത് പറഞ്ഞാൽ അപ്പം തുടർമാനായിട്ട് ഒരു പതിവ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞാൽ ഗോസ്പൽ ജോൺ ചാപ്റ്റർ 16 verses 14. ഇതിൽ പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം അതിൽ 16-ാം അധ്യായം 14-ാം വാക്യം പറഞ്ഞ്, അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 61 verses 1. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിച്ചിരുന്നു. അതിൽ പറഞ്ഞാൽ, എളിയവരോട് സത്വത്വാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് പ്രൈസ് ലോർഡ്, യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അതാണ് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബന്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. പ്രൈസ് ലോർഡ്.
യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാനും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. അതാണ് കർത്താവിൻ്റെ വചനം വരുമ്പോൾ അതാണ് പഴയത് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത ദിവസം പറയുന്നത് ഉല്ലാസവും ജയഘോഷവും നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. കർത്താവിൻ്റെ വചനം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ പ്രൈസിലോ അവിടെയെല്ലാം വലിയ സന്തോഷമുണ്ടായി, വലിയൊരു ഉണർവുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ അതാണ് ഇരുട്ടിലിരുന്ന വ്യക്തികൾ ജനം വലിയൊരു പ്രകാശം കണ്ടുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു പ്രൈസിലോ. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ കർത്താവിൻ്റെ വചനം ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാണ് ചെല്ലുന്നത്. എന്താണ് കർത്താവിൻ്റെ വചനം പറഞ്ഞത്? സിയോനിയിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷ മനസ്സിന് പകരം പ്രൈസിലോ വിഷൻ്റെ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുക്കുവാനും പ്രൈസിലോ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. പ്രൈസിലോ ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വചനം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നുണ്ടോ പ്രൈസിലോ അവിടെയെല്ലാം പ്രൈസിലോ അവിടെ നമുക്കറിയാം ആരൊക്കെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നുണ്ടോ അവിടെ നിരാശകൾ മാറി നിത്യ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസിലോ അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇപ്പം നമ്മൾ പഴയ നിയമത്തിൽ കർത്താവിൻ്റെ വചനം നമ്മൾ പഴയത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രവാചകന്മാർ കർത്താവിൻ്റെ യഹോവയുടെ അരുൾപ്പാട് പറയുമ്പോൾ ഇസ്രായേൽ ജനം മൊത്തം എല്ലാവരും ആംശയോടെ കേട്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവയുടെ അരുൾപ്പാട് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ട്, കർത്താവ് പറയുന്ന കാര്യങ്ങൾ നടക്കും. അതാണ് മോശയ്ക്ക് കർത്താവിനോട് നല്ല വ്യക്തിപരമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോശ പറഞ്ഞ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ നാളെ കാണത്തില്ല. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ വചനം ആർക്ക് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ പ്രൈസിലോ അവിടെ സാത്താന്യ കോട്ടകൾ തകരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ അഭിഷേകത്തോടെ ഉയർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കൾ എത്ര കൈപൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ശത്രുക്കളുണ്ടെങ്കിലും എത്ര ആയുധങ്ങൾ നിങ്ങൾക്കിടെ വരുന്നുണ്ടെങ്കിലും ഒരായുധം നിങ്ങൾക്ക് വലിക്കത്തില്ല. നിങ്ങൾക്ക് വിരോധമുണ്ടാക്കുന്ന ഒരായുധവും വലിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ അഭിഷേകം തന്നെ പ്രൈസിലോ കർത്താവ് എഴുന്നേൽക്കുന്നു, യഹോവ എഴുന്നേൽക്കുന്നു. നിൻ്റെ ശത്രുക്കൾ നിൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്ന ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് വ്യക്തമായ സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേലയായിരിക്കുന്ന ആൾക്കാർ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസിലോ ഈ അഭിഷേകം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അസാധ്യങ്ങൾ ഈ അഭിഷേകങ്ങൾ നമുക്ക് ചെയ്തു തരും. പ്രൈസിലോ ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇപ്പോൾ രണ്ടാമത് വരുവാണെന്ന് വെച്ചാൽ അപ്പോൾ പാർട്ട് 2 നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ അപ്പം അപ്പോസ്തല പ്രവൃത്തി ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്കറിയാം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ഇതിലോ ശിഷ്യന്മാർ ഒപ്പമുള്ള ശിഷ്യന്മാർ കർത്താവിനോടൊപ്പം നടന്നിരുന്നു. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ 2 പേരെ വെച്ച് കർത്താവ് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് രോഗികളെ സൗഖ്യമാക്കുവാനായിട്ട് പ്രൈസ് ലോർഡ് ഓരോ സിറ്റികൾ അയച്ചിരുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞു കഴിയുമ്പോൾ ഭൂതങ്ങൾ വീരിയും യേശുവിൻ്റെ നാമത്തിന് കീഴടങ്ങുന്ന ദൈവത്തോട് യേശുക്രിസ്തുവിനോട് ഒന്ന് പറയുണ്ടായി. പ്രൈസ് ലോർഡ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അപ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒരിക്കലും ഒരു ദോഷവും ഒരു കാലത്തും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോവല്ല. കർത്താവിനോട് വിശ്വസിച്ച് യേശുക്രിസ്തുവിനോടൊപ്പം ദിവസവും ഫെലോഷിപ്പ് ചെയ്ത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ രക്ഷയോട് സ്ഥാനപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും പറ്റിയാലും അങ്ങനെയല്ല. പ്രൈസ് ലോർഡ്. രക്ഷയോട് സ്ഥാനപ്പെട്ട് എത്രയോ പേര് ഏറെ ഡെത്തൊക്കെ സംഭവിച്ചു. രക്ഷയോട് സ്ഥാനപ്പെട്ടിരുന്ന ആൾക്കാർ എത്രയോ പേർക്ക് പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു കർത്താവിനോടൊപ്പം നടക്കണം. വി ഹാവ് ടു വാക്ക് ഇൻ ക്രൈസ്റ്റ്. പ്രൈസ് ലോർഡ്. നമ്മൾ കർത്താവിനോടൊപ്പം ഫെലോഷിപ്പ് ചെയ്യണം. നമ്മൾ വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വചനം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. കർത്താവിൻ്റെ പ്രോമിസുകൾ ഡിക്ലെയർ ചെയ്യണം. ദൈവസ്വരം നമ്മൾ കേൾക്കണം. പ്രൈസ് ലോർഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ സന്തോഷമാണ്. പ്രൈസ് ലോർഡ്. നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടായിരിക്കും. ഞാനൊക്കെ വെച്ചാൽ രാവിലെ ഞാൻ സാറിന് രാവിലെ ആയിട്ട് പ്രാർത്ഥിക്കും. പ്രൈസ് ലോർഡ്. രാവിലെ ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് എന്തെങ്കിലും കാര്യമുള്ള സമയത്ത് കിടക്കുവാണെങ്കിൽ ലേറ്റായിട്ട് കിടക്കുവാണെങ്കിൽ 11 മണി സമയത്ത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1:30 സമയത്ത് ചിലപ്പം കർത്താവിനെ ഏൽപ്പിക്കും. 1:30 സമയത്ത് 11 മണിക്ക് 2:30 മണിക്കൂറിന് കഴിഞ്ഞിട്ട് ഏൽപ്പിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാരണം കാണും. നമ്മൾ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ചേൽപ്പിക്കും. പ്രൈസ് ലോർഡ്. വിളിച്ചേൽപ്പിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കാരണം അപ്പോൾ ആ സമയത്ത് പ്രത്യേക വിഷയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിക്കും. പ്രൈസ് ലോർഡ്. ആ സമയത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അസാധാരണ വീട്ടിൽ എനിക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും. പ്രൈസ് ലോർഡ്. ചില സമയത്ത് 2 മണിക്ക് ഏൽപ്പിക്കും, ചില സമയത്ത് 3 മണിക്ക് ഏൽപ്പിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ.
അപ്പം നമുക്ക് അതാണ്. അപ്പോൾ കർത്താവ് തന്നെ നമ്മളെ കറക്റ്റായിട്ട് നമ്മളെ ഏൽപ്പിച്ച് നമ്മളെക്കൊണ്ട് പ്രത്യേക വിഷയങ്ങൾ ചിലപ്പോൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി ആയിരിക്കത്തില്ല, മറ്റുള്ളവരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ കാര്യത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് പറ്റത്തില്ല, പബ്ലിക്കായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം കർത്താവ് വളരെ ശ്രദ്ധാലുവാണ്. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ദേഹത്ത് തൊടാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവർ ഒരു വഴിയായിട്ട് വരും, 100 വഴി 7 വഴി എന്നല്ല, 100 വഴിയായിട്ട് അവർ ഓടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിമാൻ കുലുങ്ങാൻ അവിടെ നിന്ന് കർത്താവ് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആരൊക്കെ ദൈവവചന കർത്താവിൻ്റെ അഭിഷേകത്തെ ആരൊക്കെ നിറയുന്നുണ്ടോ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ അഭിഷേകത്തിൽ ആരൊക്കെ അഭിഷേകത്താൽ നിറയപ്പെട്ടിരിക്കുന്നുണ്ടോ, പ്രൈസ് ദി ലോർഡ്, ഈ അഭിഷേകം തന്നെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. ഈ അഭിഷേകം തന്നെ പുതുവഴികൾ നിങ്ങൾക്ക് തുറന്നു തരും. ഈ അഭിഷേകം തന്നെ നിങ്ങൾക്ക് വിജയം തരും. ഈ അഭിഷേകം തന്നെ നിങ്ങൾ പോകേണ്ട വഴികൾ കാണിച്ചു തരും. ഈ അഭിഷേകം തന്നെ നിങ്ങൾക്ക് ജ്ഞാനം തരും. ഈ അഭിഷേകം തന്നെ നിങ്ങൾക്ക് പരിജ്ഞാനം തരും. ഈ അഭിഷേകം തന്നെ നിങ്ങളെ ജയാളിയായിട്ട് നടത്തും, സാധ്യങ്ങളായി സാധിച്ചു തരും. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പം നമുക്കറിയാം, ചിലപ്പോൾ തന്നെ ബാങ്കിൽ 5 പൈസ ഇല്ല, ഒരു 54 പെൻസ് വന്ന ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കണം, 54 പെൻസ് വന്നിട്ട് എനിക്ക് ദുഃഖമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റെൻറ്റുകളെല്ലാം കൊടുക്കണം, പ്രൈസ് ദി ലോർഡ്, അടവെല്ലാം നടക്കണം, പിന്നെ അതൊന്നും നോക്കണം, ഒന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ചെയ്യുന്നത്? അപ്പം നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അപ്പോൾ ഞാനിപ്പം വളരെയധികം ഭാരമൊന്നും വന്നില്ല. ഒരിക്കലും ഭാരപ്പെടണം. കാരണം കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമുക്ക് ഭാരമില്ല. കാരണം എന്ന് വെച്ചാൽ പുതിയ വഴികൾ കർത്താവ് തുറക്കുമല്ലോ നമുക്ക് വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ ഇല്ലാത്ത അവസരമാണെങ്കിലും കർത്താവിനെ സ്ട്രീറ്റ് പ്രസംഗിക്കാനായിട്ട് പോയി. സ്റ്റേറ്റ് പ്രസംഗിച്ചിരുന്നപ്പോൾ ഒരു സഹോദരി കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ഒരു കവർ കൊടുക്കുകയും അവർ ആ കവർ എനിക്ക് കൊണ്ട് തരികയും ചെയ്തു. അത് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയൊരു ബ്ലെസ്സിങ് എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്ക് എത്രമാത്രം എനിക്ക് മീറ്റ് ചെയ്യേണ്ട ഇതൊന്നും എത്രയൊന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, മീറ്റ് ചെയ്യേണ്ട ഉണ്ടായിരുന്നോ? പ്രൈസ് ദി ലോർഡ്, എത്ര പൈസ എനിക്ക് എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതുണ്ടോ, ആ എക്സ്പെൻസുകൾ മൊത്തം കൊടുക്കുവാനുള്ള പൈസ എനിക്ക് കിട്ടാം. ഞാൻ അവരോട് ചോദിച്ചത്, ആരാ തന്നത്? ഞാൻ ഫാദർ തന്നെന്ന് പറഞ്ഞു. ഏത് ഫാദറാന്ന് ചോദിച്ചു. ഹെവൻലി ഫാദർ. അങ്ങനെ എഴുതി വെച്ചു. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? അതാണ് ഞാൻ പറഞ്ഞത്, ഹെവൻലി ഫാദർ എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് കർത്താവ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ശത്രുക്കൾ നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കും, പക്ഷെ കർത്താവ് നമ്മളെ കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരുഭൂമിയിലും സമൃദ്ധി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ സാഹചര്യങ്ങൾ ഭയപ്പെടരുത്. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയം കൊണ്ടുവരുവാണ്, നമ്മുടെ കോൺഫിഡൻസ് തകർക്കുവാണ്. നമ്മുടെ വിശ്വാസത്തെ കർത്താവ് പരിശോധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു കോൺഫിഡൻസിനെ കർത്താവ് പരിശോധിക്കും. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിലയാണ് കർത്താവ് നമുക്ക് കൽപ്പിച്ചു തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വിശ്വാസത്തിൻ്റെ ശോധന എന്ന് വെച്ചാൽ നമുക്ക് അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല, അവിശ്വാസത്തിൻ്റെ ദുഷ്ടഹൃദയം നമുക്കുണ്ടാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നമ്മളെ വഴി നടത്തും, ഈ ദൈവം നമ്മളെ പരിപാലിക്കും, ഈ ദൈവം തന്നെ നമുക്ക് നിലനിൽപ്പുള്ള വഴികൾ തുറന്നു തരും, ഈ ദൈവം നമുക്ക് കുടുംബജീവിതം കാര്യങ്ങളെല്ലാം തരും, ഈ ദൈവം ജയാളിയായിട്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ലൊരു ജീവിതാവസാനം എനിക്ക് കിട്ടും, ജയാളിയായിട്ടുള്ള ജീവിതാവസാനം എനിക്ക് കർത്താവ് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മൾ പറയണം, എല്ലാ മേളും നമ്മൾ വാർദ്ധക്യം. ഈ വചനം നമ്മൾ ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരന്ധകാശക്തി നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റത്തില്ല. അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിയിട്ടാണെങ്കിലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദാറ്റ് ഈസ് അവർ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. മിസ്രൈം ജനത്തിനെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിനെ കർത്താവ് ഉയർത്തും. അതാണ് നമ്മുടെ ദൈവം. Our God is not a simple God. Our God is a mighty God. Our God is almighty God. അതാണ് പറയുന്നത്. സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ണൂരിട്ടിയ ഓടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്ന സർവശക്തനായ ദൈവമാണെന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുന്നാലും നമ്മൾ വിട്ടുകൊടുക്കരുത്. കർത്താവിൻ്റെ വചനത്തിൽ ശക്തിപ്പെട്ട് ആദ്യം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുക. അതോടുകൂടി സകലതും, ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് കഴിയുമ്പോൾ അതോടുകൂടി സകലതും നമുക്ക് വേണ്ടി 1 by 1 ആയിട്ട് ചെയ്തു തരുന്ന ദൈവമാണ് സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു. അല്ലെ ടൈപ്പ് ആമൻ, എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആമൻ ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു, നിങ്ങൾക്ക് കൂടെ അത് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സസ് 5, അപ്പോസ്തല പ്രവൃത്തി 2:5 പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും ജെറുസലേമിൽ വന്ന് ചേർന്ന യഹൂദന്മാരെ, വ്യക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കർത്താവ് പറഞ്ഞ് അനുസരിച്ചു. അഭിഷേകം കിട്ടണമെങ്കിൽ നമുക്കൊരു ഒബീഡിയൻസ് വേണം.
കർത്താവിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ നമുക്കൊരു അനുസരണം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കണം. നമുക്ക് ബിസിയാണ്, അവിടെ ജോലിയോട് എങ്ങനെ വരുന്നത്, എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മളെ ദൈവസന്നിധി ഇരിക്കാൻ നമ്മൾ ഇടവരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 1 പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. അവരതേപോലെ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അഭിഷേകം വരണമെങ്കിൽ നമ്മൾ ഒബീഡിയൻസ് ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വാക്കിന് വില കൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ മൊത്തം അവിടെ അഭിഷേകം കിട്ടുന്നതോടെ മീരിയും ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഒരാൾക്ക് വീര്യം കുറയാതെ 120 പേർക്കും കർത്താവിൻ്റെ അഭിഷേകം ഒരേപോലെ കിട്ടി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത്, വേണ്ടുവോളം തരും. മതിയെന്ന് പറയുന്നത് പോലും കർത്താവ് തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, അന്ന് ആകാശത്തും കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. തുടർമാനോട്ട് പറഞ്ഞേ, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം ഒന്നുകൂടി ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് അമ്പരന്ന് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പ്രേമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നെ നാം ഓരോരുത്തരും ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പാർത്യരും മേദ്യരും എലോമ്യരും മെസൊപ്പൊത്താമ്യയിലും, പ്രൈസ് ദി ലോർഡ്, യഹൂദയിലും കപ്പദോക്യയിലും, പ്രൈസ് ദി ലോർഡ്, പെന്തോസിലും ആസിയയിലും, പ്രൈസ് ദി ലോർഡ്, പൃഥ്വിയിലും പാംഫൂലിയിലും മിസ്രയീമിലും, പ്രൈസ് ദി ലോർഡ്, കുറേനയ്ക്ക് ചേർന്ന് ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്കാർ അവിടെ വന്ന് ചേർന്നു. യഹൂദം ഞാൻ ആ ജെറുസലേമിൽ നമുക്കറിയാം പല രീതിയിലുള്ള ആൾക്കാർ, പല കൾച്ചറിലുള്ള ആൾക്കാർ, പല ഭാഷക്കാർ എല്ലാവരും വന്ന് ചേർന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഭാഷയൊന്നും വേണ്ട. കർത്താവിന് ദൈവത്തിൻ്റെ ഭാഷയുണ്ട്. കർത്താവ് നിങ്ങളുടെ ബലഹീനത നോക്കണ്ട. നമ്മൾ പറയും നമുക്ക് ബലഹീന കർത്താവിന് പ്രവേശിക്കാൻ ലാംഗ്വേജ് ഇല്ല. കർത്താവ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും കർത്താവിന് പ്രശ്നമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവ് റെഡിയാണ്. ഇഫ് യു ആർ ഹാവിങ് ഡിസയർ ടു പ്രീച്ച് ദിസ് ഗോസ്പൽ, അവർ ഗോഡ് ഈസ് റെഡി ടു ഹെൽപ്പ് യു. Our God is ready to connect with the people. Our God can use you wherever you want. Praise the Lord. Hallelujah. First of all, you have to put one step forward. അതാണ് നമ്മൾ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കണം. നമ്മൾ മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ ഈ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. അതാണ് സർവശക്തനായ ദൈവം. ഞാനൊക്കെ കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഒരു വ്യക്തി എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. പ്രൈസ്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. പ്രൈസ്. ആദ്യഘട്ടങ്ങളിൽ ഒരാളും സപ്പോർട്ട് ചെയ്യാനില്ല. കർത്താവിനെ ഞാൻ പ്രസംഗിക്കും, ഞാൻ തിരിച്ചു പോയി. ഞാൻ വിചാരിക്കും ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റ് കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാതെ എഴുതോ. അപ്പം ആൾക്കാർ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ഞാൻ വിചാരിച്ച് മൈൻഡ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. ആൾക്കാർ നിശ്ചയമായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം, അത് കഴിഞ്ഞ് പ്രസംഗിച്ച സിറ്റികളിലൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഉള്ളെന്ന്. അപ്പം അന്ന് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വ്യക്തിയും പ്രസംഗിക്കാനായിട്ടില്ലായിരുന്നു. ഞാൻ തന്നെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ കർത്താവ് ഒരു വ്യക്തി സ്ട്രീറ്റിൽ നിന്ന് കർത്താവിൻ്റെ വചനം ഒരാളും പ്രസംഗിക്കാനില്ല, ഞാൻ തന്നെ ഉള്ളല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ ഞാൻ വളരെ നിരാശയോട് പലപ്പോഴും എങ്കിലും ആത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ച് പല സിറ്റികളും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. നമുക്കറിയാം, ഒരു 6 മാസത്തിന് ശേഷം പ്രൈസ് ദി ലോർഡ് പിന്നെ ആ സിറ്റികളിൽ പ്രസംഗിച്ച സ്ഥലത്ത് പിന്നെയും പ്രസംഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കോട്ടപ്പുറ ജോയ് ഗോഡ് ബ്ലസ് യു. മീഡിയ ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പ്രസംഗിച്ച സ്ഥലത്ത് വീണ്ടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാർ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ ക്രോഡൗൺ സ്ഥലത്തൊക്കെ ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ അവിടെ വീണ്ടും പ്രസംഗിക്കുന്ന ആൾക്കാർ അവർ പിന്നെ ഞാൻ അവിടെ സിറ്റി ചെന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വചനം പ്രസംഗിച്ച ഇവാഞ്ചലിസ്റ്റ് ജോളിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് എനിക്ക് അവരായിരുന്നു, അവർക്ക് എന്നെ അറിയാം. തുബോഴ്സ് പോകുന്ന സ്ഥലത്ത് അനേകം പേരെ സ്നാനപ്പെടുത്താനായിട്ട് പറ്റി. പ്രൈസ് ദി ലോർഡ്. അനേകം പേര് രക്ഷയിലേക്ക് വന്നു. അനേകം പേരൊക്കെ വിശ്വാസമായിട്ട് പ്രഖ്യാപിച്ചു യേശുക്രിസ്തുവില്ല. പ്രൈസ് ദി ലോർഡ്. എവിടേക്ക് ഞാൻ ആൾക്കാരില്ല എന്ന് ദൈവത്തോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ, പ്രസംഗിക്കാനില്ലെന്ന് പറഞ്ഞ് അവിടേക്ക് നിറഞ്ഞ ആൾക്കാരെ കൊണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കാൻ സ്ഥലമില്ല. അവിടെ പോയ ആൾക്കാരെയൊക്കെ എന്നെ അറിയും. പ്രൈസ് ദി ലോർഡ്. എനിക്കവിടെ നിൽക്കാൻ സ്ഥലമില്ല. അതേപോലെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവർ നിറഞ്ഞു കഴിഞ്ഞു യോക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. സ്കോട്ട്ലൻഡിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയിലായിരുന്നു. അവിടെ ഒരു വ്യക്തിയും ഒരു കർത്താവിൻ്റെ വചനം പ്രസംഗിക്കല്ലായിരുന്നു. രണ്ടാമത് പോയി കഴിഞ്ഞപ്പോൾ ആരുമില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ പിന്നെ ഇപ്പം കാണുന്നു അനേകം ആൾക്കാരവിടെ കർത്താവിനെ പ്രഘോഷിക്കുന്നു. അവിടെ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വേൽസി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോയപ്പോൾ ആരുമില്ലായിരുന്നു പ്രസംഗിച്ചപ്പോൾ. ഒരാളങ്ങനെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടേക്ക് നിറഞ്ഞ് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത്. എവിടേക്ക് കാല് കുത്തിയിട്ടുണ്ടോ, കർത്താവ് എന്നെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ വിട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം ഇന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾ തന്നെ ഉള്ളതെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവദൂതന്മാരുണ്ട്, ദൂത കിണങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം. നിങ്ങൾ തന്നെയല്ല. യു ആർ നോട്ട് അലോൺ.
Praise the Lord. Hallelujah. You have to go forward with the gospel. All the heavenly angels are standing surrounding place of you. Praise the Lord. What is your needs? Exceedingly and abundantly, what you are asked, what you think, praise in your mind, more than that our God can able to provide you only one thing. By prayer only you will get all these things. അതാണ് പ്രാർത്ഥനയിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, അല്ല കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2:11 വാക്യം പറയുന്നത്. പല ജാതിയിൽ നിന്നുള്ള പലരും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് വരുന്നു. ഇത് പറഞ്ഞാൽ അപ്പോൾ ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, അതാണ് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, അതാണ് കർത്താവിൻ്റെ വചനം. ബൈബിൾ നമ്മൾ പ്രസംഗിക്കുന്ന ചുമ്മാതൊരു ബൈബിളല്ല, വൻകാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ വൻകാര്യങ്ങളെ പ്രസംഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വൻകാര്യങ്ങളെ പ്രസംഗിക്കാനായിട്ട് പോകുന്നത്. വചനം എന്ന് പറഞ്ഞാൽ വൻകാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് മൈറ്റി ഗോസ്പൽ, പവർഫുൾ ഗോസ്പൽ. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആരൊക്കെ വചനം പ്രസംഗിക്കുന്നുണ്ടോ വൻകാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. നിങ്ങളും വലിയവനായ വ്യക്തികളാണ്. അതാണ് വൻകാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസംഗിക്കുന്ന ചുമ്മാതൊരു വ്യക്തിക്ക് പറ്റത്തില്ല. അത് വലിയവനായ വ്യക്തികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ബൈബിൾ കൈ പിടിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ചെറിയ ആൾക്കാരല്ല. യു ആർ സച്ച് എ പവർഫുൾ പേഴ്സൺ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശക്തിയുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ നാവിനും അത്രമാത്രം ശക്തിയുണ്ട്. സാത്താന്യ കോട്ടകൾ ഭയക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ നടക്കുന്നത്. സാത്താന്യ കോട്ടകൾ നിങ്ങൾ സ്റ്റാൽ വെച്ച് കഴിഞ്ഞാൽ അവരെ കോട്ടകൾ തകരുമെന്ന് സാത്താന്യ കോട്ടകൾക്ക് അറിയാം. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്കെതിരെ ആൾക്കാർ ചുറ്റും നിന്ന് നിങ്ങളെ തെറി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അവിടെ തന്നെ പിന്നെയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകണം. അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി പിന്നെയും പ്രസംഗിക്കണം. ഒരു കൊയ്ത്ത് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന ആൾക്കാരെയും പുറത്ത് മാറരുത്. ശക്തിയോടുകൂടി മുന്നോട്ട് പോകണം. ഈ ദൈവമാണ് ശക്തി. ഈ ദൈവമാണ് ശക്തനായ ദൈവം. ഈ ദൈവമാണ് ഏകദൈവം. ഈ ദൈവമാണ് മൈറ്റി ഗോഡ്. ഈ ദൈവം മാത്രമേ ദൈവമുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ഒരു ദൈവമുള്ളൂ. അതല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. പ്രൈസിൽ. അതാണ് ശിശുമാർ പറയുവാണ്. ശിശുമാർക്കെല്ലാം ഭാഷ അറിയത്തില്ല. പക്ഷേ അവിടെ നിന്ന് കേട്ട ആൾക്കാർ മൊത്തം ജെറുസലേമിൽ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ പറയുവാണ് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണല്ലോ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. തുടർന്നിട്ട് അവരെല്ലാം കർത്താവിനെ പ്രഘോഷിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഫെബിൻ, ഡെനീസ്, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, എല്ലാവരും ഈ വചനം ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും ദൈവവേല ചെയ്യുന്നു. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടെല്ലാം ബ്ലോക്കായി. ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു, ആർക്കും ഹാക്ക് ചെയ്ത് കളഞ്ഞു. ഉള്ളതുകൊണ്ട് പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം ശരിയാക്കണം. അത് യൂട്യൂബ് എല്ലാം ഹാക്ക് ചെയ്തു. വ്യൂവേഴ്സിനെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. പ്രൈസ്. അത് അത്രമാത്രം സാത്താന്യ കോട്ടകൾ എന്നെ ഭയക്കുന്നുണ്ട്. എങ്കിലും ആരുമില്ലെങ്കിലും ഉള്ളതുകൊണ്ട് പോയി പ്രസംഗിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം ശക്തനായ ദൈവം അന്ധകാശിക്ക് നമ്മൾ തറക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് സത്യം. നമുക്ക് അറിയാവുന്ന പോലെ പ്രസംഗിക്കണം. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലാതെ പോയി പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ കേട്ടണം, ഒരാൾ കേൾക്കട്ടെ, അത് മതി. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്നും ഇല്ലെന്നുകൊണ്ട് നിൽക്കരുത്. ഉള്ളതുപോലെ പോയി ചെയ്യണം. ഈ ദൈവം നമ്മളെ വളർത്തും. ഈ ദൈവം നമ്മളെ ഉയർത്തും. ഈ ദൈവം നമ്മളെ മാനിക്കും. ഈ ദൈവം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓൾമൈറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പറഞ്ഞേ നമുക്കറിയാം. നമ്മളിപ്പം ഈ അന്ത്യകാലത്ത് നമ്മൾ ജീവിക്കുന്നത് എന്ന് ജീവിക്കും എന്ന് മരിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമ്മളോട് ജീവിക്കുന്നുണ്ടല്ലോ, മരിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം കർത്താവ് ബൈബിളിനകത്ത് പറയുന്നുണ്ട് കർത്താവ് ദീർഘായുസ് തരുമെന്ന് പറയുന്നുണ്ട്. ഭക്തന്മാർക്ക് ദീർഘായുസ് കർത്താവ് തരും. ദീർഘായുസ് കൊണ്ട് നമുക്ക് സംതൃപ്തി വരുത്തുന്ന സങ്കീർത്തന 91 സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നുണ്ട് ദീർഘായുസ് തരുമെന്ന് കർത്താവ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ദീർഘായുസ് കർത്താവ് തരും. ഇടയ്ക്ക് വിട്ടിട്ടൊന്നും അനാഥമായിട്ടും. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അനാഥമായിട്ട് നമ്മൾ പോയിട്ടില്ല. ബാറ്ററി ചിലപ്പം നിന്ന് പോകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ അനാഥമായിട്ട് നമ്മൾ എവിടെയും പോകത്തില്ല. ഈ പറയുന്നത് വെച്ചാൽ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യോവേലിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യവനക്കാൽ ദർശനങ്ങളെ ദർശിക്കും. കർത്താവ് നമുക്ക് സ്വപ്നങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ പോകേണ്ട വഴികൾ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഡയറക്റ്റ് ചെയ്ത് തരാൻ, നമുക്ക് പോകുന്ന കാര്യങ്ങൾ വേണ്ട പോലെ പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് അധികം കർത്താവ് നമ്മൾ ഈ ദൈവത്തിൽ ഈ അന്ത്യകാലം ഉണർന്നതിന് വേണ്ടിയത്.
അതാണ് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തിയിലും നമുക്കറിയാം, ഈ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെ അപ്പസ്തോല പ്രവൃത്തിയിലും ഒന്നും കൂടെ അത് എഴുതിയുണ്ടായി. ദൈവത്തിന് പരിശുദ്ധാത്മ എഴുതിയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ തന്നെ അതിന് ശേഷമായി ഞാൻ സകല ജഡത്തിൻ്റെ മേലും എന്ന് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരുടെയും മേലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ ആത്മാവിനെ ഞാൻ പകരും, ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനെ, മരിച്ചവരെ ഉയർപ്പിച്ച് ആത്മാവിനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേപോലെ തന്നെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ 38 വർഷമായി തളർവാദ രോഗിയെ ആ കിടപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശക്തി പ്രധാനം പറയുന്നത് അതിനുശേഷമാണ് ഞാൻ സകല ജഡത്തിൻ്റെ മേലും, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഉരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്ന് പറഞ്ഞു വീഴുന്നു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും പ്രവചിക്കും, എല്ലാവരും ദർശനങ്ങൾ കാണും. പ്രത്യേകിച്ച് ഒരു പ്രവാചകന്മാരെ നമ്മൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം പ്രവാചകന്മാരാണ്. നമ്മൾ രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധ ജനമാണ്. വി ആർ ദ അപ്പോസ്റ്റൽ ലീഡർ, വി ആർ ദ പ്രോഫറ്റ് ജനറൽ, വി ആർ ദ ഇവാഞ്ചലിസ്റ്റ്, വി ആർ ദ മിഷണറി, വി ആർ ദ ടീച്ചർ, വി ആർ ദ പാസ്റ്റേഴ്സ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡിക്ലെയർ ഫ്രം യുവർ മൗത്ത്, you have to declare by yourself, this is my position, and go forward. Our God will help you. You will be that person. Praise the Lord, hallelujah. അതാണ് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം, സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് നീങ്ങണം. ഈ കർത്താവ് നമ്മളെ ഈ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നമ്മളെ അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് ഞാൻ പറഞ്ഞാൽ, അതാണ്. അപ്പം അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് കർത്താവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നമുക്ക് ആ ദർശനങ്ങൾ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ കർത്താവ് നിങ്ങളെ സംസാരിക്കും, സ്വപ്നങ്ങളിൽ കൂടെ കർത്താവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് എന്നോട് സംസാരിക്കും സ്വപ്നങ്ങളിൽ കൂടിയാണ്. രാത്രികളിൽ സ്വപ്നങ്ങളിൽ കൂടെ ഒത്തിരി സ്വപ്നങ്ങൾ കർത്താവ് സംസാരിക്കാറുണ്ട്. എല്ലാം പറയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം എഴുതി വെക്കാറുണ്ട്. അത് പ്രൈസ് ദി ലോർഡ്. പിശാചിന് സ്വപ്നം കാണാൻ പേടിപ്പിക്കാറുണ്ട്. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാചി കാണിച്ച സ്വപ്നങ്ങൾ മൊത്തം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർത്ത് തുറക്കളഞ്ഞിട്ടുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 1 John chapter 3 verses 2, അതാണ് 1 യോഹന്നാൻ 3:2 പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതായതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, അവനോട് സദൃശനാകും എന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ഓരോ വ്യക്തികളും, പ്രൈസ് ദി ലോർഡ്, ആദ്യം നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം ദൈവമക്കളാണ്. എല്ലാ വഴികളും ഈ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പോകുന്ന വഴികൾ മൊത്തം ഈ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പോകുന്ന എവിടെ കാല് വെച്ച് കഴിഞ്ഞാലും ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റയ്ക്കോ ഉള്ളെങ്കിലും ഈ ദൈവം നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കണം. ഒറ്റയ്ക്കോ ഉള്ളൂ എങ്കിലും ഈ ദൈവം നമുക്ക് പുതിയ കണക്ഷൻസ് തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവം എല്ലാ കാര്യത്തിലും എനിക്ക് ഗൈഡൻസ് തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വാഗോട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അപ്പം ഈ ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ പറയുന്ന വാക്കിനാൽ കർത്താവ് നമുക്ക് വില കൽപ്പിച്ച് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും. കാരണം വെച്ചാൽ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കും അത് ഫലമില്ലാതെ തിരിച്ചു വരത്തില്ല. എഴുതപ്പെട്ട വചനം അൺചേഞ്ചബിളാണ്. കർത്താവ് എഴുതപ്പെട്ട വചനം അത് മാറ്റുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം കർത്താവിൻ്റെ വാക്തത്വങ്ങൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇന്ന് കാണാൻ പറ്റത്തില്ല എങ്കിലും അന്തരീക്ഷം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക്, കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് ഓൾറെഡി ഫ്ലോ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വചനത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. ഒരു വലിയ പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കിടന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്ത് കർത്താവ് കേട്ട ഓരോ വ്യക്തി കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവ് എല്ലാവരും നിറയ്ക്കുന്നതിനോട് കർത്താവെ ഞാൻ നന്ദി പറയുന്നു. കർത്താവെ ആത്മാവിൻ്റെ ശക്തി നിറയ്ക്കുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ദർശനങ്ങൾ കൊടുക്കുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു. പ്രവചനവരം കൊടുക്കുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ അരുൾപ്പാടുകൾ കൊടുക്കുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു. ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ട അവസ്ഥ മാറ്റപ്പെടുവാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തിയുടെ പ്രവർത്തനത്തെ യേശുവിൻ്റെ നാമത്തിൽ
തകർത്ത് ഞാൻ തുറക്കുന്ന നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്ലൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ തിരത്തൊഴിച്ച് ദുഷ്ടൻ കെട്ടിയ ഓരോ കെട്ടുകളും ആ മിനിസ്ട്രി മേഖലകളിൽ പ്രൈസ്, ജോലി മേഖലകളിൽ, കടഭാരത്തിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, കുടുംബ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വിസയുടെ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, വരുമാന മാർഗത്തിൽ ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ തകർത്ത് തുറക്കണം. In the name of Jesus. In the name of Jesus. In Jesus' name, I pray. I declare the breakthrough right now. I declare the breakthrough right now. I declare all the successful life in all the areas of life. In the name of Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ ഓൺലൈൻ വാച്ച് ചെയ്ത് ഓരോ വ്യക്തികൾക്ക് കർത്താവേ ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഓർക്കട്ടെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്ട്രീറ്റ് കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചിട്ട് വന്ന കാരണം പ്രൈസ് ലോർഡ് മൊബൈലിൻ്റെ ബാറ്ററി ഡൗൺ ആയി. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇത്രയെങ്കിലും പ്രസംഗിക്കാൻ പറ്റിയത് കർത്താവിന് നന്ദി പറയുന്നു. God bless you. Please share this gospel. Okay. Thank you. God bless you.